ജീവൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് ആദ്യമായി ഉണ്ടായത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഈ ചെറിയ ഗ്രഹം ജീവൻ്റെ യഥാർത്ഥ തുടക്കമല്ലായിരുന്നുവെങ്കിലോ, മറിച്ച് എവിടെ നിന്ന് വന്ന ജീവന് വളരാൻ അനുകൂലമായിട്ടുള്ളൊരു ഇടം മാത്രമായിരുന്നു ഭൂമിയെങ്കിലും? ബഹിരാകാശത്തിൻ്റെ ശൂന്യതയിൽ പോലും ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലും ഇരുണ്ട കോണിൽ യഥാർത്ഥ ജീവൻ നമ്മളെയും കാത്തിരിപ്പുണ്ടാവാം. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പുറത്തുനിന്ന് അങ്ങനെ ഒരു ജീവന്റെ തെളിവ് നമ്മൾ കണ്ടെത്തിയാൽ തന്നെ അത് ശരിക്കും അന്യഗ്രഹ ജീവനാണോ എന്ന് ഉറപ്പിക്കുക എന്നുള്ളത് അതിസങ്കീർണമായ ചലഞ്ചാണ്. കാരണം ആ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തീർത്തും ഒറ്റപ്പെട്ടവരാണോ, അതോ ഒരു വലിയ ബയോളജിക്കൽ കുടുംബത്തിൻ്റെ അംഗങ്ങൾ മാത്രമാണോ എന്ന രഹസ്യം ഒളിച്ചിരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ കഥകളേക്കാൾ വിചിത്രമായ നമ്മുടെ സാമാന്യ ബുദ്ധിയെയും ശാസ്ത്രത്തിൻ്റെ പരിമിതികളെയും ഒരേ സമയം പരീക്ഷിക്കുന്ന ആ വലിയ അന്വേഷണത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പല സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറലായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾക്ക് ഇപ്പോഴും പല സൈഡിൽ നിന്ന് പല തെളിവുകൾ ഉള്ളതുകൊണ്ട് എല്ലാത്തിനെയും ഒരേപോലെ തള്ളിക്കളയാൻ സാധിച്ചിട്ടില്ല എന്ന് കാണാം. അതിപ്പോൾ ഭൂമിയിൽ തന്നെ ജീവൻ താനേ ഉരുത്തിരിഞ്ഞ് വന്നതാണോ, വേറെ എവിടെ നിന്നെങ്കിലും വന്നതാണോ, അതോ നമ്മളറിയാത്ത ഏതെങ്കിലും ഒരു ശാസ്ത്രീയ വശം അതിനുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ജീവൻ ഉണ്ടായതിനു ശേഷമോ അവിടെ ഷെയർ ചെയ്യപ്പെട്ട ജീവനോ ഭൂമിയിലേക്ക് വന്നതാണോ എന്ന ചോദ്യത്തിന് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ അതങ്ങനെ അല്ല എന്ന് നമ്മൾ പറഞ്ഞാലും തെളിവുകൾ അംഗീകരിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. 1969 സെപ്റ്റംബർ 28 ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലുള്ള മർച്ചീസൺ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. വളരെ സാധാരണമായിട്ടുള്ളൊരു പകലാണ്. പക്ഷേ പെട്ടെന്ന് ആകാശത്ത് സൂര്യനേക്കാൾ തിളക്കമുള്ള ഒരു തീഗോളം പ്രത്യക്ഷപ്പെടുന്നു. പട്ടാപ്പകൽ ആകാശത്ത് ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ശരിക്കും ഒന്ന് ഞെട്ടു അല്ലേ? ആ തീഗോളം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഏകദേശം 100 കിലോഗ്രാമോളം വരുന്ന പാറക്കഷ്ണങ്ങൾ ആ ഗ്രാമത്തിലുടനീളം ചിതറി വീണു. ഇതൊരു സാധാരണ സംഭവമായി തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒന്ന്, മഴ പെയ്യുന്നതിനോ അല്ലെങ്കിൽ ആളുകൾ അത് തൊട്ട് കേടുവരുത്തുന്നതിനോ മുൻപ് തന്നെ ആ പാറക്കഷ്ണങ്ങൾ ഗവേഷകർക്ക് ശേഖരിക്കാൻ പറ്റി. നമ്മുടെ കൈകളിൽ സ്വാഭാവികമായി തന്നെ ഒരുപാട് ബാക്ടീരിയകളും കെമിക്കലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യർ തൊട്ടാൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം മാറും. രണ്ടാമത്തെ കാരണം അതിലും രസകരമാണ്. സംഭവം നടക്കുന്നത് 1969 അതായത് ആ സമയത്ത് അപ്പോളോ മിഷനിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയിട്ട് അവിടെ നിന്നുള്ള പാറകളും മണ്ണും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അതേ വർഷമാണ്. ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളിൽ ചന്ദ്രനിൽ നിന്നുള്ള ഈ സാമ്പിളുകൾ പരിശോധിക്കാൻ വേണ്ടി മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വില കൂടിയതും സൂക്ഷ്മവുമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയമാണ്. കൃത്യം ആ സമയത്താണ് ബഹിരാകാശത്ത് നിന്നുള്ള ഈ മർച്ചീസൺ ഉൽക്കാശില അവരുടെ കൈകളിലേക്ക് വരുന്ന. ഒരുപക്ഷെ ഇതിലും മികച്ചൊരു ടൈമിങ് ശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഈ ലബോറട്ടറികളിൽ വെച്ച് ശാസ്ത്രജ്ഞർ വളരെ ശ്രദ്ധയോടെ ഈ പാറക്കഷ്ണങ്ങൾ പൊളിച്ചു പരിശോധിക്കാൻ തുടങ്ങി. അവർ അതിനകത്ത് കണ്ടത് ശാസ്ത്രലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അമിനോ ആസിഡ്സ്. ഒന്നോ രണ്ടോ അല്ല, ഡസൻ കണക്കിന് അമിനോ ആസിഡുകളാണ് ആ പാറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ അമിനോ ആസിഡുകളെന്ന്. ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രോട്ടീനും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇതേ അമിനോ ആസിഡുകളാണ്. നമ്മുടെ പേശികൾ, മുടി, നമ്മുടെ ശരീരത്തിലെ എൻസൈമുകൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബേസിക് ബ്ലോക്സ് വെച്ചാണ്. അതായത് ജീവൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് വന്ന ഒരു പാറയിൽ ജീവൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ കണ്ടെത്തിയെന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും തോന്നുന്ന ആദ്യത്തെ ചിന്ത ഈ പാറയിൽ ജീവൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതോ അന്യഗ്രഹ ജീവിയുടെ സാന്നിധ്യം അതിലുണ്ട് എന്നായിരിക്കാം. യാഥാർത്ഥ്യം നമ്മൾ ഈ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വിചിത്രവും നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്നതാണ്. ഭൂമിയിലുള്ള ജീവജാലങ്ങളിലെല്ലാം തന്നെ ഒരു പ്രത്യേകതരം അമിനോ ആസിഡുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 20 ടൈപ്പ് അമിനോ ആസിഡുകളാണ്. ഇവ വച്ചാണ് ഭൂമിയിലെ സകല ജീവജാലങ്ങളും അവരുടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. മർച്ചീസൺ ഉൽക്കാശിലയിലും ഈ പറയുന്ന 20 തരം അമിനോ ആസിഡുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം അതല്ല. ഭൂമിയിലെ ഒരു ജീവിയും ഒരിക്കലും ഉപയോഗിക്കാത്ത തീർത്തും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വേറെയും ഡസൻ കണക്കിന് അമിനോ ആസിഡുകൾ ആ പാറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇത് വളരെ വലിയൊരു തിരിച്ചറിവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്.
ഈ പാറ ഭൂമിയിൽ വീണതിന് ശേഷം ഭൂമിയിലുള്ള ഏതെങ്കിലും ബാക്ടീരിയയോ മറ്റെന്തെങ്കിലുമോ അതിൽ കയറി പറ്റിയതാണെങ്കിൽ അതിൽ ഈ പറയുന്ന 20 അമിനോ ആസിഡുകൾ മാത്രമേ കാണാൻ പറ്റൂ. കാരണം ഭൂമിയിലെ ജീവൻ അതൊക്കെ ഉണ്ടാക്കാൻ അറിയൂ. എന്നാൽ ഇവിടെ ഒരു വിവേചനവുമില്ലാതെ എല്ലാത്തരം അമിനോ ആസിഡുകളും കാണുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷ്യമോ ജനറ്റിക്സോ തിരഞ്ഞെടുപ്പോ ഒന്നുമില്ലാതെ നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് ഈ പാറയെ കണ്ടത്. അതൊരിക്കലും ജീവൻ്റെ കയ്യൊപ്പാണെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഇത് ഉപയോഗിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവൻ ആവശ്യമായ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാർക്ക് പ്രപഞ്ചത്തിൻ്റെ സൂചനയാണ്. ഈ പാറയിൽ ഒരിക്കലും ജീവൻ ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല. ഭൂമി എന്ന നമ്മുടെ ഗ്രഹം ജനിക്കുന്നതിന് മുൻപ് തന്നെ ബഹിരാകാശത്തിൻ്റെ ശൂന്യതയിലൂടെ ഇത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ടും ജീവൻ ആവശ്യമായ കൃത്യമായിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻസ് അത് പേറിയിരുന്നു. ഈ ഒരു തിരിച്ചറിവ് ഗവേഷകർക്ക് പുതിയൊരു ചോദ്യമാണ് ഉണ്ടാക്കി കൊടുത്തത്. അടച്ചുപൂട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ജീവൻ്റെ ഏറ്റവും കോംപ്ലക്സ് ആയ അടിസ്ഥാന ഘടകങ്ങൾ വളരെ തണുത്തുറഞ്ഞ ഇരുണ്ട ആകാശത്ത് രൂപപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജീവൻ തന്നെ ബഹിരാകാശത്തിലൂടെ യാത്ര ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടോ? ഈ ഒരു ഹൈപ്പോത്തിസിസിനെ വിളിക്കുന്ന പേരാണ് പാൻസ്പെർമിയ. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഇതിൻ്റെ അർത്ഥം എല്ലായിടത്തുമുള്ള വിത്തുകൾ എന്നാണ്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കണം. പാൻസ്പെർമിയ എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്ന് നമ്മളെ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമല്ല. അതുപോലെ തന്നെ പറക്കും തളികളെ ന്യായീകരിക്കാനുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഫിസിക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു സാധ്യതയാണ്. അതായത് ജീവൻ അല്ലെങ്കിൽ ജീവൻ്റെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ബഹിരാകാശത്തെ പാറകൾക്കുള്ളിലിരുന്ന് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ഫിസിക്കലായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ. സാധാരണയായി ആളുകൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അതിനെ തള്ളിക്കളയും. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഇത് അസാധ്യമാണെന്ന് തോന്നാൻ പ്രധാനമായിട്ടും 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, പാറകൾ ഒരിക്കലും അവ ജനിച്ച ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഭേദിച്ച് പുറത്തു പോകില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമതായി, ബഹിരാകാശത്തെ അതികഠിനമായിട്ടുള്ള റേഡിയേഷനും വായുവില്ലാത്ത അവസ്ഥയും ഏതൊരു ജീവനെയും നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കുമെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. മൂന്നാമത്തേത്, ഇതെല്ലാം അതിജീവിച്ച് ആ പാറ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിഭീകരമായിട്ടുള്ള ഘർഷണം കാരണമുള്ള ചൂടും കത്തലും തീയുമെല്ലാം ചേർന്ന് ഇതൊന്നും നിലനിൽക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇതെല്ലാം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് വളരെ ശരിയാണെന്ന് തോന്നും. പക്ഷേ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സാമാന്യ ബുദ്ധി മാത്രം പോരാ. മീൻസ് കോമൺ സെൻസ്. അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ തെളിവുകൾ പരിശോധിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. നമ്മുടെ ആദ്യത്തെ ഊഹം തന്നെ എടുക്കാം. പാറകൾ അവയുടെ സ്വന്തം ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ എന്നേക്കുമായി കുടുങ്ങിക്കിടക്കുകയാണോ? ഇത് തെറ്റാ. ഗ്രഹങ്ങൾക്കിടയിൽ പാറകൾ സഞ്ചരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഊഹിച്ചു പറയുന്നതല്ല. കാരണം ഇപ്പോൾ ഭൂമിയിലുള്ള പല ലബോറട്ടറികളിലും ചൊവ്വാഗ്രഹത്തിൽ നിന്നുള്ള പാറ കഷ്ണങ്ങളുണ്ട്. അവ ചൊവ്വയിൽ നിന്നാണെന്ന് നമുക്ക് വെറുതെ തോന്നിയതല്ല, നമുക്കത് അറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈക്കിംഗ് ലാൻഡറുകൾ ചൊവ്വയിലിറങ്ങി അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ഘടനയും ഐസോടോപ്പിൻ്റെ കോമ്പോസിഷനും ഒക്കെ അളർന്നിരുന്നു. ചൊവ്വയുടെ ഒരു കൃത്യമായിട്ടുള്ള കെമിക്കൽ ഫിംഗർ പ്രിൻറ്റ് അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയ ചില ഉൽക്കാശിലകളുടെ ഉള്ളിൽ ചെറിയ അറകളിലായിട്ട് വാതകങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾ ആ വാതകം എടുത്ത് പരിശോധിച്ചപ്പോൾ അത് ചൊവ്വയുടെ അന്തരീക്ഷവുമായിട്ട് 100% പൊരുത്തപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അത് ചൊവ്വയിൽ നിന്നുള്ളതാണ് എന്ന് പറയാം. അതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന വെറും ഒരു തിയറിയല്ല, അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു വലിയ ചിഹ്നഗ്രഹം അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ചൊവ്വയുടെ ഉപരിതലത്തിൽ വന്ന് അതിശക്തമായിട്ട് ഇടിക്കുന്നു എന്ന് വിചാരിക്കാം. ആ ഇടിയുടെ ഊർജ്ജം എത്രത്തോളം ഭയാനകരാണെന്ന് വെച്ചാൽ അത് വെറുതെ പാറകളെ പൊടിക്കുക മാത്രമല്ല, അവിടെ സ്പെലേഷൻ സോൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. ഒരു വലിയ ഷോക്ക് വേവ് അല്ലെങ്കിൽ പ്രകമ്പനം ആ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലൂടെ കടന്നുപോകും. ഈ ഇടിയുടെ ചൂട് ആ പാറകളെ പൂർണ്ണമായും ഉരുക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ അവശിഷ്ടങ്ങളെ ചൊവ്വയുടെ എസ്കേപ്പ് വെലോസിറ്റി ഭേദിക്കാൻ പാകത്തിന് അതിവേഗത്തിൽ മുകളിലേക്ക് തെറിപ്പിക്കും. ഇങ്ങനെ തെറിച്ചു പോകുന്ന പാറക്കഷ്ണങ്ങൾ നേരെ പോകുന്നത് സൂര്യനു ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്കാണ്. അവിടെ ആ ഇരുട്ടിൽ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിനോ വർഷങ്ങൾ അവ അങ്ങനെ ലക്ഷ്യമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ എന്തെങ്കിലും ഒരു ദിവസം ഓർബിറ്റൽ മെക്കാനിക്സ് കൃത്യമായിട്ട് ഒത്തുവരുമ്പോൾ അതിലേതെങ്കിലും ഒരു പാറക്കഷ്ണം ഭൂമിയുടെ സഞ്ചാരപഥത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടമ്പ കടന്നു. ഡെലിവറി സിസ്റ്റം അവിടെയുണ്ട്. എന്നാൽ ഇത് നമ്മളെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുമ്പോഴുള്ള ആ വലിയ ആഘാതം, അതിനുശേഷം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ബഹിരാകാശത്തെ ശൂന്യതയിലൂടെയുള്ള യാത്ര, തീർച്ചയായിട്ടും ഇത് ഏതൊരു ജീവിവർഗത്തെയും പൂർണ്ണമായിട്ടും നശിപ്പിക്കും. ഒരു ഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ജീവിക്ക് താങ്ങേണ്ടി വരുന്ന പ്രഷർ എന്ന് പറയുന്നത് മിക്ക സാധനങ്ങളെയും ബാഷ്പീകരിച്ച് കളയാൻ മാത്രം ശക്തമാണ്. ശാസ്ത്രജ്ഞർ ഇത്തരം കാര്യങ്ങളിൽ വെറുതെ ഊഹിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല.
അതുകൊണ്ട് അവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു. അവർ ഇതിനായിട്ട് വലിയ ഷോക്ക് എക്സ്പെരിമെൻറ്റുകൾ ഡിസൈൻ ചെയ്തു. ചില പ്രൊജക്ടൈലുകൾക്കുള്ളിൽ പ്രത്യേകതരം ബാക്ടീരിയകളുടെയും സ്പോറുകളുടെയും ലൈക്കഡുകളുടെയും ഒക്കെ സാന്നിധ്യം വെച്ചു, അല്ലെങ്കിൽ സാമ്പിൾ വെച്ചു. എന്നിട്ടൊരു ഗ്രഹത്തിൽ നിന്നൊരു പാറ തെറിച്ചു പോകുമ്പോഴുണ്ടാകുന്ന അതേ വേഗതയിലും പ്രഷറിലും ഈ പ്രൊജക്ടൈലുകൾ പാറകളിലേക്ക് വെടിവെച്ചു. സാധാരണഗതിയിൽ നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുക? ആ ശക്തമായിട്ടുള്ള ഇടിയിൽ ബാക്ടീരിയകളെല്ലാം പൂർണ്ണമായിട്ടും നശിച്ചു പോകും, അങ്ങനെയല്ലേ? എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇതിലൊരു പങ്ക് സ്പോറുകളും ലൈക്കണുകളും ആ ആഘാതത്തെ അതിജീവിച്ചു. ആ ഭയങ്കരമായിട്ടുള്ള പ്രഷർ അവയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയതേയില്ല. ആ ഷോക്ക് അവയ്ക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നു എന്ന് കാണാം. എന്നാൽ അതിനുശേഷമാണ് ശരിക്കുമുള്ള ശൂന്യത സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീപ്പ് സ്പേസ് എന്ന് പറയുന്നത് വായു തീരെ ഇല്ലാത്തൊരു വാക്കുമാണ്. അവിടെ താപനില കഠിനമായിട്ടുള്ള ചൂടിൽ നിന്നും സമ്പൂർണ്ണമായ തണുപ്പിലേക്ക് മാറും. മാത്രമല്ല, DNA അപ്പാടെ തകർത്ത് കളയാൻ ശേഷിയുള്ള കോസ്മിക് കിരണങ്ങളും അൾട്രാവയലറ്റ് റേഡിയേഷനും അവിടെയുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാറി ചിന്തിക്കണം. കാരണം ഒരാഴ്ച വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു മൃഗമാണ് മനുഷ്യൻ. നമ്മൾ വളരെ ദുർബലരാണ്. അതുകൊണ്ട് ഒരു കോശത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അളക്കാൻ നമ്മൾ അനുയോജ്യരല്ല. ഉദാഹരണത്തിന് ഡീനോകോക്കസ് റേഡിയോ ഡുറാൻസ് എന്നൊരു ബാക്ടീരിയയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു മനുഷ്യന് 10 ഗ്രേ അളവിലുള്ള അയണൈസിങ് റേഡിയേഷൻ നൽകിയാൽ അയാൾ മരിച്ചു പോകും. എന്നാൽ ഈ ഡീനോകോക്കസ് ബാക്ടീരിയയ്ക്ക് 5000 ഗ്രേ അളവിലുള്ള റേഡിയേഷൻ കൊടുത്താലും അതിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. ഇതിനർത്ഥം അതിന് റേഡിയേഷനെ തടയുന്ന എന്തെങ്കിലും മാജിക് ഷീൽഡ് ഉണ്ടെന്നല്ല. റേഡിയേഷൻ അടിക്കുമ്പോൾ അതിൻ്റെ DNA പൂർണ്ണമായും തകർന്നു പോകും. പക്ഷേ ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ വളരെ അഗ്രസീവായൊരു റിപ്പയർ മെക്കാനിസം ഉണ്ട്. തകർന്നു പോയ DNA വെറും മണിക്കൂറുകൾക്കുള്ളിൽ അത് പഴയതുപോലെ തുന്നിച്ചേർക്കും. പിന്നെ നമുക്ക് ടാർഡിഗ്രേഡുകളെ കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന 8 കാലുകളുള്ള ചെറിയ ജീവികളാണിവ. വാട്ടർ ബെയർ എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഇവയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് വരുമ്പോൾ ഇവ ശ്വാസം അടക്കി പിടിക്കുകയല്ല ചെയ്യുന്നത്. പകരം അവ ക്രിപ്റ്റോബയോസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകും. അവ തങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ വെള്ളവും പുറത്തേക്ക് കളഞ്ഞിട്ട് അവയുടെ മെറ്റബോളിസം സ്റ്റോപ്പ് ചെയ്യും. ഒരു തരത്തിൽ പറഞ്ഞാൽ അവ തങ്ങളുടെ ജീവൻ തന്നെ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്ത് വയ്ക്കും. ഈ അവസ്ഥയിലുള്ള ടാർഡിഗ്രേഡുകളെ ബഹിരാകാശ വാഹനങ്ങളുടെ പുറത്ത് കെട്ടിവെച്ച് ദിവസങ്ങളോളം നേരിട്ട് ബഹിരാകാശത്തെ ശൂന്യതയിലും റേഡിയേഷനിലും തുറന്നു വെച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കൊടുത്തപ്പോൾ അവ യാതൊരു കുഴപ്പവും ഇല്ലാതെ എഴുന്നേറ്റ് ജീവിച്ചു. അപ്പോൾ ടാർഡിഗ്രേഡുകൾക്ക് മരണമേ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. തുടർച്ചയായി വലിയ ചൂടടിച്ചാൽ അവ മരിക്കും. അതുപോലെ വലിയ അളവിൽ നേരിട്ട് UV റേഡിയേഷൻ ഏറ്റാലും അവ ചത്തു. ക്രിപ്റ്റോബയോസിസ് എന്ന് പറയുന്നത് ഒരു ചെറിയ പോസ് മാത്രമാണ്. അതൊരിക്കലും അനശ്വരതയല്ല. അത് അവയ്ക്ക് ജീവിക്കാൻ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നീട്ടിക്കൊടുക്കും. പക്ഷേ ചൊവ്വയിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീളുന്ന യാത്ര അതിജീവിക്കാൻ അത് മതിയാകില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭൂമിയിലെ ചെറിയ അനുഭവങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രതിരോധശേഷി ജീവനുണ്ട് എന്നതാണ് സത്യം. ഈ പറയുന്ന എക്സ്ട്രീമോഫൈൽ ജീവികളെ എടുത്ത് ഒരു പാറയുടെ കുറച്ച് ഉള്ളിലായിട്ട് കുഴിച്ചിട്ടാൽ തന്നെ ആ പാറ തന്നെ അവയ്ക്ക് ചുറ്റും ഒരു ഷീൽഡ് പോലെ പ്രവർത്തിക്കില്ലേ? UV റേഡിയേഷനുകളിൽ നിന്ന് ആ പാറ അതിനെ രക്ഷിക്കും. ബഹിരാകാശത്തെ വാക്കുവും അവിടുത്തെ കഠിനമായ തണുപ്പും ആ ഓർഗാനിക് ഘടനകളെ കേടുവരാതെ ശരിക്കും സൂക്ഷിക്കാൻ സഹായിച്ചിരിക്കാം. അതുകൊണ്ട് രണ്ടാമത്തെ ഊഹവും തെറ്റി. ബഹിരാകാശ യാത്ര വളരെ കഠിനമാണ്, പക്ഷെ അതൊരിക്കലും ഒരു ജീവിക്കും കടക്കാൻ പറ്റാത്തൊരു കടമ്പയൊന്നും അല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഊഹത്തിലേക്ക് വരാം. ദാറ്റ് ഈസ് ലാൻഡിങ്. ആകാശത്തു കൂടി പോകുന്ന ഉൽക്കകളെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഹൈപ്പർസോണിക് വേഗതയിൽ ഒരു വസ്തു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നാൽ ഭയങ്കരമായ കർഷണം ഉണ്ടായി ഇരുമ്പിനെ പോലും ഉരുക്കാൻ തക്ക ചൂടുണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉൽക്കാശിലകളുടെ ഉള്ളിലുള്ളതെല്ലാം വെന്ത് വെണ്ണീറായി പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അവിടെയും തെറ്റുണ്ട്. പാറ എന്ന് പറയുന്ന ചൂട് കടത്തിവിടാൻ ഒട്ടും കഴിവില്ലാത്തൊരു വസ്തുവാണ്. ഒരു ഉൽക്കാശില അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള കുറച്ച് മില്ലിമീറ്ററുകൾ മാത്രമേ അതികഠിനമായിട്ട് ചൂടാകൂ. ആ ഭാഗം ഉരുകി ഫ്യൂഷൻ ക്രസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു പുറന്തോടായി മാറും. എന്നാൽ ഈ വീഴ്ച വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. കുറച്ച് സെക്കൻഡുകൾ മാത്രമേ അതെടുക്കൂ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ചൂടിന് പാറയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. ഭൂമിയിൽ വീണ പല ഉൽക്കാശിലകളും നമ്മൾ തൊട്ടു നോക്കിയാൽ അതിന് നല്ല തണുപ്പായിരിക്കും. അതിൻ്റെ ഉൾഭാഗം ഡീപ്പ് സ്പേസിലെ അതേ തണുപ്പ് നിലനിർത്തുന്നുണ്ടാകാം. മർച്ചീസൺ ഉൽക്കാശിലയുടെ ഉള്ളിലെ വളരെ മൃദുവായ അമിനോ ആസിഡുകൾ ഭൂമിയിലേക്ക് വീണിട്ടും നശിച്ചു പോകാതിരുന്നത് കൃത്യമായിട്ട് ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ്. അത്രയും ദുർബലമായ കെമിക്കലുകൾക്ക് ഈ വീഴ്ചയെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ പാറയുടെ ഉള്ളിൽ സുരക്ഷിതമായി ഉറങ്ങിക്കിടക്കുന്ന ഒരു ബയോളജിക്കൽ സ്പോറിന് തീർച്ചയായിട്ടും ഇത് അതിജീവിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള 3 പ്രധാനപ്പെട്ട തടസ്സങ്ങളെയും പൊളിച്ചു. പാറകൾക്ക് ഗ്രഹം വിട്ടുപോകാം,
അതിനകത്തുള്ള യാത്രികർക്ക് ഷോക്കും റേഡിയേഷനും അതിജീവിക്കാം. വീഴുമ്പോൾ പാറ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ യാത്ര മെക്കാനിക്കലി സാധ്യമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. സോ ഫ്രണ്ട്സ്, ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സർഫസിലുള്ള കാര്യങ്ങളല്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ടത് ഡെപ്താണ്, യഥാർത്ഥ റെഫറൻസുകളാണ്. ഇതിന് പിന്നിലെ റിസർച്ച് പ്രോസസ്സ്, ഒരു 20 മിനിറ്റ് വീഡിയോയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ, ബ്ലോഗുകൾ, ഞാനുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് JR വേഴ്സ് കമ്മ്യൂണിറ്റി. ഒരു പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൻ്റെ സഹായത്തോടു കൂടിയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ് പേജിലൂടെയും ഓരോ ആഴ്ചയിലെ പല ദിവസങ്ങളിലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ സയൻസ് റെഫറൻസുകളും അതുപോലെ തന്നെ ബിഹൈൻഡ് ദ സീൻസിലായിട്ടുള്ള കുറിപ്പുകളും എൻ്റെ 3 ചാനലുകളിലുമുള്ള കാര്യങ്ങളുമൊക്കെ കവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, വീക്ക്ലി മാഗസിൻ ഉൾപ്പെടെ പല കാര്യങ്ങളും ഞാൻ അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ലിങ്കും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ ഉണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതിന് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. സോ നമുക്ക് വീഡിയോയിലേക്ക് തിരികെ വരാം. മെക്കാനിക്സ് മനസ്സിലായല്ലോ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കാര്യം സാധ്യമാണ് എന്ന് തെളിയിക്കുന്നതും അത് ശരിക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതും രണ്ടാണ്. ഈ ഒരു വ്യത്യാസമാണ് ശരിക്കും സയൻസിൻ്റെ അടിസ്ഥാനം. പാൻസ്പെർമിയുടെ കഥകൾ പലപ്പോഴും കബളിപ്പിക്കുന്നത് ഈ പോയിന്റിലാണ്. അന്വേഷണത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗവും ആളുകൾ സ്കിപ്പ് ചെയ്യുന്നതും ഒക്കെ ഇവിടെ വെച്ചാണ്. കാരണം ഒരു ആസ്ട്രോയിഡിനകത്ത് അമിനോ ആസിഡ് കണ്ടെത്തി എന്ന് പറയുന്നത് ഒരിക്കലും ജീവൻ കണ്ടെത്തി എന്ന് പറയുന്നതിന് തുല്യമല്ല. കുറച്ച് ഓർഗാനിക് മോളിക്യൂളുകൾ ഒരു വശത്ത് തനിയെ വിഭജിക്കാനും പരിണമിക്കാനും കഴിയുന്ന ഒരു ജീവനായി മാറുമെന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ അതിനിടയ്ക്ക് നടക്കണം. നാച്ചുറൽ സയൻസിൽ ഇന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. ജീവനില്ലാത്ത വെറും കെമിക്കലുകൾ എങ്ങനെയാണ് ഉണർന്ന് ജീവനായി മാറുന്നത്. ഈ പ്രോസസ്സിനെ എബയോജനസിസ് എന്നാണ് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കിന്നറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ലോകത്തിലെ വളരെ മികച്ച റിസർച്ച് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് RNA വേൾഡ് ഹൈപ്പോത്തിസിസ്. DNA ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് RNA തന്നെ വിവരങ്ങൾ കൈമാറാനും കെമിക്കൽ റിയാക്ഷനുകൾ നടത്താനും ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ആൽക്കലൈൻ ഹൈഡ്രോതെർമൽ വെന്റുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ കെമിക്കലുകളും മിനറലുകളും ഒക്കെ ജീവൻ ആവശ്യമായിട്ടുള്ള ഊർജം നൽകിയിരിക്കാമെന്നും കരുതുന്നു. പിന്നെ ഭൂമിയിലുണ്ടായിരുന്ന ചെറിയ വോൾക്കാനിക് പോണ്ടുകൾ ചൂടാവുകയും തണുക്കുകയും ചെയ്തപ്പോൾ മോളിക്യൂളുകൾ തമ്മിൽ ചേർന്ന് ചെയിനുകൾ ഉണ്ടായി എന്ന മോഡലുകളുമുണ്ട്. ഈ ഓരോ ചെറിയ സ്റ്റെപ്പുകളിലും ഗവേഷകർ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ലബോറട്ടറികൾ വെച്ച് ലിപ്പിഡ് മെംബ്രെയിനുകൾ തനിയെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ മോളിക്യൂളുകൾ അവയുടെ തന്നെ കോപ്പികൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കെമിക്കൽ സൂപ്പിൽ നിന്ന് തുടങ്ങി ജീവനുള്ളൊരു കോശം ഉണ്ടാകുന്നൊരു പ്രോസസ്സ് മുഴുവനായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ചെയ്തു കാണിക്കാൻ നമുക്കിതുവരെയും പറ്റിയിട്ടില്ല. ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് തെളിയിക്കാൻ കഴിയാത്തത് സയൻസിൻ്റെ പരാജയമല്ല, മറിച്ച് ആ പ്രശ്നം എത്രത്തോളം കോംപ്ലക്സ് ആണ് എന്നതിൻ്റെ പ്രൂഫാണ്. ലബോറട്ടറിയിൽ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു വേരിയബിൾ ഉണ്ട്, അതാണ് സമയം. ഈ ഒരു കാരണം കൊണ്ടാണ് പാൻസ്പെർമിയ എന്ന ആശയം ഇന്നും മരിക്കാതെ നിൽക്കുന്നത്. ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ജീവൻ ഇവിടെ വളരെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ പുറന്തോട് തണുത്ത് അവിടെ ദ്രാവക രൂപത്തിലുള്ള വെള്ളം നിൽക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ബയോളജിക്കൽ സിഗ്നേച്ചേഴ്സ് വന്നിട്ടുണ്ടാകാം. ഇത് സംഭവിക്കുന്നത് ലേറ്റ് ഹെവി ബൊംബാർഡ്മെൻ്റ് എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ്. ആ സമയത്ത് സോളാർ സിസ്റ്റത്തിലുള്ള ബാക്കി വന്ന പാറക്കഷ്ണങ്ങളെല്ലാം വന്ന് ഭൂമിയിൽ നിരന്തരം ഇടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതായത് ജീവൻ ഉണ്ടാകാൻ ആവശ്യമായ ശാന്തമായ ഒരു വലിയ സമയം ഭൂമിക്ക് കിട്ടിയിരുന്നില്ല. കെമിക്കലുകൾക്ക് ജീവനായി മാറാനുള്ള ആ വിൻഡോ വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ അപകടകരമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. ജീവൻ ഉണ്ടാകാനുള്ള ഈ വിൻഡോ വേറെ എവിടെയെങ്കിലും കൂടുതൽ കാലം തുറന്നു കിടക്കുന്നുണ്ടെങ്കിലോ? നമ്മുടെ ചൊവ്വാഗ്രഹത്തിലേക്ക് നോക്കാം. ഇന്നത് മരവിച്ചു പോയ റേഡിയേഷൻ നിറഞ്ഞ ഒരു മരുഭൂമിയാണ്. പക്ഷേ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് അത് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു. അതിൻ്റെ തെളിവുകൾ ഇന്നും ചൊവ്വയുടെ ഉപരിതലത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഉണങ്ങിപ്പോയ നദീതടങ്ങൾ അവിടെയുണ്ട്. വെള്ളം ഒഴുകി വന്ന് അവസാനിച്ചിരുന്ന വലിയ തടാകങ്ങളുടെ ഡെൽറ്റകൾ അവിടെയുണ്ട്. നമ്മൾ അയച്ച റോവറുകൾ ആ പഴയ തടാകത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ പാറകൾ തുരന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ദ്രാവക രൂപത്തിലുള്ള വെള്ളമുണ്ടെങ്കിൽ മാത്രം രൂപപ്പെടുന്ന തരം മിനറലുകൾ അവിടെ കണ്ടെത്തിയിട്ടുമുണ്ട്. ചൊവ്വ ഭൂമിയേക്കാൾ ചെറിയൊരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സോളാർ സിസ്റ്റം ഉണ്ടായതിനു ശേഷം ഭൂമിയേക്കാൾ വേഗത്തിൽ ചൊവ്വ തണുത്തിട്ടുണ്ടാവാം. അതിനർത്ഥം ഭൂമിയിൽ ജീവൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ചൊവ്വയിൽ സമുദ്രവും അന്തരീക്ഷവും ഉണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, ചൊവ്വയുടെ ഗുരുത്വാകർഷണം ഭൂമിയേക്കാൾ വളരെ കുറവാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവിടെ ധാരാളം ഉൽക്കാപതനങ്ങൾ നടന്നിട്ടുണ്ട്. ഓർബിറ്റൽ മെക്കാനിക്സ് വെച്ച് നോക്കിയാൽ ഭൂമിയിൽ നിന്നൊരു പാറ തെറിച്ച് ചൊവ്വയിൽ പോകുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ചൊവ്വയിൽ നിന്നൊരു പാറ സൂര്യൻ്റെ അടുത്തേക്ക് തെറിച്ച് ഭൂമിയുടെ വഴിയിൽ വന്ന് വീഴാൻ. ഈ ഒരു ട്രാഫിക് അസിമെട്രിയാണ്. അതായത് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കൂടുതൽ യാത്ര നടക്കുക.
ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ വളരെ പേടിപ്പിക്കുന്ന, എന്നാൽ നമുക്ക് പരീക്ഷിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൈപ്പോത്തസിസ് ലഭിക്കും. വളരെ പണ്ട് ചൂടുള്ളതും വെള്ളമുള്ളതുമായ ചൊവ്വയിൽ കൂടുതൽ സമയം ലഭിച്ചതുകൊണ്ട് അവിടെ ജീവൻ തുടങ്ങുന്നു. ഒരു ആസ്ട്രോയിഡ് ചൊവ്വയിൽ വന്നിടിക്കുകയും ജീവനുള്ള കുറച്ച് പാറക്കഷ്ണങ്ങൾ ബഹിരാകാശത്തേക്ക് തെറിക്കുകയും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആ പാറ അവിടെ നിന്ന് പിന്നീട് വളരെ ചെറുപ്പമായ അലങ്കോലമായി കിടക്കുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വീണ് അവിടെ നിന്ന് സുരക്ഷിതമായി ഉറങ്ങിക്കിടക്കുന്ന എൻഡോലിത്തിക് മൈക്രോബുകൾ ഭൂമിയിൽ എത്തിച്ചേരാം. കാലക്രമേണ ചൊവ്വയുടെ മാഗ്നറ്റിക് ഫീൽഡ് നഷ്ടപ്പെട്ട് അവിടുത്തെ അന്തരീക്ഷം സോളാർ വിൻഡ് അടിച്ച് നശിപ്പിക്കുന്നു. വെള്ളം മുഴുവൻ ഐസായി മാറുന്നു. അങ്ങനെ ആ ഗ്രഹം മരിക്കുന്നു. പക്ഷേ ഭൂമി മരിച്ചില്ല. അങ്ങനെ ഇവിടെ വന്ന് വീണ ഭാഗങ്ങൾ പരിണമിച്ച് ഇവിടെ വളർന്നെങ്കിലോ? സോ അങ്ങനെയാണ് നടന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും, ഇപ്പോൾ സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും യഥാർത്ഥത്തിൽ ചൊവ്വാഗ്രഹത്തിൽ ഒറിജിൻ ഉള്ളവരാണെന്ന് പറയേണ്ടി വരും. ഇത് സംഭവിച്ചു എന്ന് പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല, യാതൊരു തെളിവും ഇതുവരെ ഇല്ല. സയൻസ് വഴി തെളിയിക്കപ്പെട്ട ചില കാര്യങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുള്ള ഒരു സിനാരിയോ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സാധ്യത ഒരിക്കലും തെളിവാകുന്നില്ല. ഇതൊരു കഥ മാത്രമാണ്. പക്ഷേ ഇത് വെറും കഥയല്ല, സയൻസിന് പരിശോധിച്ച് തെളിയിക്കാൻ കഴിയുന്നൊരു തരം കഥയാണ്. ശാസ്ത്രജ്ഞർ ഇതിൻ്റെ തെളിവുകൾക്ക് വേണ്ടി ആകാശത്ത് മാത്രമല്ല, ഭൂമിയിൽ തന്നെ മറ്റു ഗ്രഹങ്ങളിലെ അവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ വരെ പരിശോധന നടത്തുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ മക്മർഡോ ഡ്രൈ വാലീസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഭൂമിയിലെ ഏറ്റവും കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളൊരു സ്ഥലമാണത്. അവിടെ അതികഠിനമായിട്ടുള്ള തണുപ്പുണ്ട്. ഒട്ടും മഴയോ മഞ്ഞ് വീഴ്ചയോ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടുത്തെ മണ്ണിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒന്നുമില്ല. എത്രത്തോളം മോശം അവസ്ഥയാണെന്ന് ചോദിച്ചാൽ ചൊവ്വയിലേക്ക് വിടുന്ന റോവറുകൾ ടെസ്റ്റ് ചെയ്യാൻ സ്പേസ് ഏജൻസികൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ താഴ്വരയിലൂടെ നടന്നാൽ അവിടെ യാതൊരു ജീവനും ഇല്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ എവിടെയാണ് നോക്കേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞാൽ നമുക്ക് ജീവനെ കണ്ടെത്താൻ പറ്റും. അത് സർഫസിലല്ല, മറിച്ച് ജീവൻ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലത്താണ്. അവിടെയുള്ള ട്രാൻസ്ലുവൻ്റായ, അതായത് ചെറിയ തോതിൽ വെളിച്ചം കടത്തിവിടുന്ന പാറകൾക്ക് തൊട്ടു താഴെ എൻഡോലിത്തിക് മൈക്രോബുകൾ എന്ന് പറയുന്ന കുറച്ച് ജീവികൾ പാറകളുടെ കുറച്ച് മില്ലിമീറ്റർ താഴെയായിട്ട് ജീവിക്കുന്നുണ്ട്. പാറയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം വെച്ച് അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അതേസമയം ആ പാറ അവരെ പുറത്തെ കൊടും തണുപ്പിൽ നിന്നും വരൾച്ചയിൽ നിന്നും UV റേഡിയേഷനിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും. ഇതൊരു പ്രൂഫാണ്. ജീവനില്ലാത്തൊരവസ്ഥയ്ക്കും ജീവൻ നിലനിൽക്കുന്ന ഒരവസ്ഥയ്ക്കും ഇടയിലുള്ള ഒരു ബോർഡർ എന്ന് പറയുന്നത് വെറും കുറച്ച് മില്ലിമീറ്റർ കട്ടിയുള്ള പാറ മാത്രമാകാം എന്നാണ് ഇത് തെളിയിക്കുന്നത്. ലിത്തോ പാൻസ്പെർമിയ സിദ്ധാന്തം എങ്ങനെ പ്രവർത്തിക്കും എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. 1996 ഈ സിദ്ധാന്തം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വളരെ വലിയ രൂപത്തിൽ കടന്നു വന്നു. അന്റാർട്ടിക്കയിലെ അലൻ ഹീൽസ് എന്ന സ്ഥലത്ത് നിന്നും കിട്ടിയ ഒരു ഉൽക്കാശിലയെക്കുറിച്ച് ഗവേഷകർ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. AL-H84-001 എന്നായിരുന്നു അതിൻ്റെ പേര്. അതൊരു ചൊവ്വാഗ്രഹ പാറയാണെന്ന് പറയാൻ പറ്റും. അതിൽ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ ചൊവ്വയിൽ പണ്ട് ജീവിച്ചിരുന്ന ബാക്ടീരിയകളുടെ ഫോസിലുകൾ പോലെയുള്ള ചില ഘടനകൾ കണ്ടെത്തി എന്ന് ഗവേഷകരൊക്കെ അവകാശപ്പെട്ടിരുന്നു. ഭൂമിയിൽ സാധാരണയായി ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന ചില പ്രത്യേക മിനറലുകളുടെയും ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സാന്നിധ്യവും അവർ അതിൽ കണ്ടെത്തി. ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ 1-ാം പേജ് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് വരെ ഇതിനെപ്പറ്റി സംസാരിച്ചു. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അതിനുശേഷം ശാസ്ത്രലോകം അവർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തു. അവർ ഈ ഒരു അവകാശവാദത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. മറ്റ് ഗവേഷകർ ഇതേ സാമ്പിളുകൾ എടുത്ത് വളരെ കൃത്യമായിട്ട് പഠിച്ചു നോക്കി. എന്നിട്ട് അവകാശവാദങ്ങളെ ഓരോന്നായി പൊളിച്ചു. അവർ കണ്ടെത്തിയ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ഭൂമിയിലെ ഏറ്റവും ചെറിയ കോശത്തേക്കാൾ വളരെ ചെറുതാണ്. ഒരുപക്ഷെ ജീവൻ ആവശ്യമായിട്ടുള്ള മെഷീനറികൾ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തത്ര ചെറുത്. അതുപോലെ തന്നെ അതിൽ കണ്ട പ്രത്യേക മിനറലുകൾ ജീവനില്ലാതെ തന്നെ വെറും ചൂടുകൊണ്ടോ അല്ലെങ്കിൽ പാറകൾ തമ്മിലിടിക്കുമ്പോഴോ സ്വാഭാവികമായി ഉണ്ടാകാൻ കഴിയുന്നതാണെന്ന് അവർ തെളിയിച്ചു. അതായത് ബയോളജി മാത്രമല്ല ഇതിനൊരു കാരണം. അതുകൊണ്ട് തന്നെ നമുക്കതിനെ സത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. സയൻസിൻ്റെ ആ വലിയ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ ആ അവകാശവാദത്തിന് പറ്റിയില്ല. ഇതൊരിക്കലും സയൻസിൻ്റെ പരാജയമല്ല, ഇതൊരു വിജയമാണ്. വളരെ വലിയൊരു അവകാശവാദം മുന്നോട്ട് വെച്ചു, അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു, അത് പരാജയപ്പെട്ടു. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ. ഇനി ഭാവിയിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് എന്ത് അവകാശവാദം വന്നാലും ഈ പറയുന്ന അതേ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെ അത് അതിജീവിക്കണം. നിങ്ങൾ ഒരുപക്ഷെ പാൻസ്പെർമിയെക്കുറിച്ചും വേറെയും ചില തിയറികളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് റേഡിയോ പാൻസ്പെർമിയ. അതായത് യാതൊരു സംരക്ഷണവും ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്പോറുകൾ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ മർദ്ദം കാരണം ഗാലക്സിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു വരുമെന്ന തിയറി. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ തെറ്റാണെന്ന് പറയാം. ഒരു കോട്ടിങ്ങും ഇല്ലാതെ ഒരു സ്പോറിന് ബഹിരാകാശത്തെ റേഡിയേഷനെ അതിജീവിക്കാൻ പറ്റില്ല. പാറ എന്ന് പറയുന്നത് കഥയിലൊരു ചെറിയ കാര്യമല്ല. പാറ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളീ പറഞ്ഞ പാൻസ്പെർമിയ തിയറി നിലനിൽക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഡയറക്റ്റഡ് പാൻസ്പെർമിയാണ്. ബുദ്ധിയുള്ള ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ മനഃപൂർവ്വം മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ്റെ വിത്തുകൾ വിതച്ചതാണെന്ന് പറയുന്ന തിയറി. DNA ഘടന കണ്ടെത്തിയ ഫ്രാൻസിസ് ക്രിക്ക് എന്ന ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ശരിക്കും
അത് സംഭവിച്ചു എന്നല്ല പറയുന്നത്. ഫിസിക്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചിന്ത അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷേ അതിനും തെളിവില്ല. ആരെങ്കിലും വന്ന് ഭൂമിയിൽ വിതച്ചതാണ് എന്നതിനോ മനുഷ്യരെ ആരെങ്കിലും ഡിസൈൻ ചെയ്തതാണ് എന്നതിനോ ഒരു തെളിവുമില്ല. ഞാനിത് ഇത്രയും കൃത്യമായി പറയാൻ കാരണമുണ്ട്. സ്യൂഡോ സയൻസ് വിളിക്കുന്ന പലരും കഥകൾക്ക് വേണ്ടി തിയറികളെ വളച്ചൊടിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് പാൻസ്പെർമിയെക്കുറിച്ച് സത്യസന്ധമായി പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന അന്യഗ്രഹ ജീവികളുടെ കഥകളും മിത്തുകളും ഒക്കെ നമ്മൾ മാറ്റി നിർത്തണം. പാറകളുടെയും കെമിക്കലുകളുടെയും ഫിസിക്സിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നർത്ഥം. അപ്പോൾ നിലവിലുള്ള തെളിവുകൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ സത്യം എങ്ങനെ കണ്ടെത്തും? ഇതിന് നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള തെളിവുകളാണ് വേണ്ടത്. അതിനായിട്ടുള്ള വലിയ ഒരു തിരച്ചിലാണ് ശാസ്ത്രലോകം. ഫസ്റ്റ്, കെമിസ്ട്രിയുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ചർ പഠിക്കണം. അതിനെ കൈറാലിറ്റി അല്ലെങ്കിൽ ഹാൻഡഡ്നെസ് എന്ന് പറയും. പല ഓർഗാനിക് മോളിക്യൂളുകൾക്കും 2 രൂപങ്ങളുണ്ടാവും. നമ്മുടെ ഇടത്തെ കൈയും വലത്തെ കൈയും പോലെ പരസ്പരം മിറർ ഇമേജുകളായ 2 രൂപങ്ങൾ. നമ്മളൊരു ലബോറട്ടറി വെച്ച് കെമിക്കലുകൾ കൂട്ടിക്കലർത്തിയാൽ അവിടെ ഉണ്ടാകുന്നത് കൃത്യം 50% ലെഫ്റ്റ് ഹാൻഡഡ് മോളിക്യൂൾസും 50% റൈറ്റ് ഹാൻഡഡ് മോളിക്യൂൾസുമാണ്. എന്നാൽ ഭൂമിയിലെ ജീവൻ അങ്ങനെ അല്ല. ബയോളജി വളരെ സെലക്റ്റീവാണ്. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ലെഫ്റ്റ് ഹാൻഡഡ് അമിനോ ആസിഡുകൾ മാത്രമാണ്. നമ്മൾ ബഹിരാകാശത്ത് നിന്നുള്ള ഉൽക്കാശിലകൾ പരിശോധിക്കുമ്പോൾ പ്രപഞ്ചം ഇത് രണ്ടും തുല്യ അളവിലാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം ഭൂമിയിലെ ജീവൻ ഇവിടെ വെച്ച് തന്നെ ഉണ്ടായതാണ് എന്നുള്ളതാണ്. ഈ പ്രത്യേകതയാണ് ലെഫ്റ്റ് ഹാൻഡ് സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ മർച്ചീസൺ ഉൾപ്പെടെയുള്ള ചില ഉൽക്കാശിലകൾ പരിശോധിച്ചപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം കാണാം. ജീവൻ യാതൊരു പങ്കും വഹിക്കാത്ത ബഹിരാകാശത്ത് വെച്ച് തന്നെ ലെഫ്റ്റ് ഹാൻഡഡ് മോളിക്യൂൾസ് ഉണ്ടാകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഇത് വെറും ഒരു കണ്ടാമിനേഷൻ അല്ല. സത്യമാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഭൂമിയിലെ ഈ ജീവജാലങ്ങൾക്കെല്ലാം ഈ ഒരു കെമിക്കൽ സ്വഭാവം സമുദ്രങ്ങളിൽ വെച്ച് ഉണ്ടായതല്ല, മറിച്ച് സോളാർ സിസ്റ്റത്തിലെ പൊടിപടലങ്ങളിൽ തന്നെ ജീവന് കാരണമായിട്ടുള്ളത് കിട്ടിയിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചൊവ്വയിൽ നിന്നും നേരിട്ടൊരു സാമ്പിൾ കൊണ്ടുവരണം. 10,000 വർഷങ്ങൾ അന്റാർട്ടിക്കയിലെ ഐസിൽ കിടന്ന ഒരു ഉൽക്കാശില പോരാ. നമ്മൾ അവിടെ ഒരു മെഷീൻ കൊണ്ടുപോയി അവിടുത്തെ പാറ തുറന്ന് സാമ്പിൾ എടുത്ത് അത് വായു കടക്കാതെ സീൽ ചെയ്ത് ഭൂമിയിൽ കൊണ്ടുവരണം. ഒരു റോവറിന് അതിൽ പോകാൻ കഴിയുന്ന ഉപകരണങ്ങൾക്ക് വലിയ പരിമിതിയുണ്ട്. എന്നാൽ ഭൂമിയിലുള്ള ഒരു ലബോറട്ടറിയിൽ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും സങ്കീർണമായ 1000 എക്യുപ്മെൻറ്റ്സ് വെച്ച് ചൊവ്വയിലെ പാറക്കഷ്ണങ്ങളെ പിച്ച് ചീന്തി പരിശോധിച്ചാൽ മാത്രമേ പണ്ട് കാലത്തെ കെമിക്കൽ ബയോ സിഗ്നേച്ചറുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ജീവന് തികച്ചും സ്വതന്ത്രമായ രണ്ടാമതൊരു സാമ്പിൾ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് മറ്റെവിടെയെങ്കിലും ജീവനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട സാധ്യതയുള്ളത് ചൊവ്വയിലല്ല, അത് ഒളിച്ചിരിക്കുന്ന ഇരുട്ടിലാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ, ശനിയുടെ ഉപഗ്രഹമായ എൻസെലാഡസ്, ഇവിടെയൊക്കെ ഐസ് നിറഞ്ഞ പുറന്തോടിന് താഴെ വളരെ വലിയ സമുദ്രങ്ങളുണ്ട്. അവയെ ചുറ്റി സഞ്ചരിക്കുന്ന വലിയ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണം കാരണം ഉണ്ടാകുന്ന ഘർഷണം അവിടെ ചൂടുമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻസെലാഡസ് പോലെയുള്ള ഉപഗ്രഹങ്ങളിലേക്ക് നമ്മൾ പ്രോബുകൾ കടത്തിവിട്ട് ഐസ് തുരന്ന് പഠിച്ചിട്ട് അവിടെ ജീവനെ കണ്ടെത്തിയാൽ ഗവേഷകർ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം അവിടെ ജീവനുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവനുമായിട്ട് അവിടെയുള്ള ജീവന് ബന്ധമുണ്ടോ എന്നാണ്. യൂറോപ്പിൽ നമ്മൾ ഇൻ കേസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്നൊരു മൈക്രോബ് തികച്ചും വ്യത്യസ്തമായൊരു കെമിസ്ട്രി ആയിരിക്കും ഉപയോഗിക്കുക എങ്കിൽ DNA പകരം മറ്റു വല്ലതും ഉണ്ടെങ്കിൽ, ജീവൻ നിർമ്മിച്ചിരിക്കുന്ന ബ്ലോക്കുകൾ വേറെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഒരൊറ്റ സോളാർ സിസ്റ്റത്തിൽ തന്നെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്വതന്ത്രമായി ജീവനുണ്ടായി. അങ്ങനെ സംഭവിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ജീവൻ പല രീതിയിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ആ മൈക്രോബിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മുടെ അതേ DNA ആണ് ഉള്ളതെങ്കിൽ, അത് ലെഫ്റ്റ് ഹാൻഡഡ് അമിനോ ആസിഡുകളാണെങ്കിൽ, അത് മനുഷ്യനുള്ള അതേ ബയോളജിക്കൽ ആർക്കിടെക്ചറാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അന്യഗ്രഹ ജീവിയല്ല. ഭൂമിയിലും ആ ഒരു ഉപഗ്രഹത്തിലും മേ ബി ഒരേ കോമൺ ഒറിജിനിൽ നിന്ന് ജീവൻ ഉണ്ടായതായിരിക്കാം എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. നമ്മൾ ഭൂമിയിൽ നിന്നൊരു പേടകം വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ബാക്ടീരിയകളെയും അണുക്കളെയും നമ്മൾ അണുവിമുക്തമാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളറിയാതെ നമ്മുടെ ഒരു ലാൻഡറിൻ്റെ കാലിൽ പറ്റിപ്പിടിച്ച് മറ്റൊരു ജീവി ഭൂമിയിൽ നിന്ന് മറ്റു ഉപഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു പോകുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എണ്ണി പറയുകയാണെങ്കിൽ പല സാഹചര്യങ്ങളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയിൽ ജീവനുണ്ടായത് സോളാർ സിസ്റ്റത്തിന് പുറത്താണോ എന്നുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്രത്തോളം കോഷ്യസ് ആകേണ്ട, ഒരുപക്ഷെ നാളെയുള്ള മനുഷ്യർ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അവർ ജീവിച്ചിരുന്ന കാലഘട്ടം എത്ര മനോഹരമാണെന്ന് ആലോചിച്ചിരുന്നൊരു സമയം ഉണ്ടാകാം. എന്നാലും നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടി ഓരോരോ കാൽപ്പാടുകൾ മുന്നോട്ട് വെച്ച് ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. നമ്മുടെ ഊഹങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ കാലം കഴിയുന്തോറും ശരികളിൽ നിന്ന് കൂടുതൽ ശരികളിലേക്ക് പോകുന്നതാണ് ശാസ്ത്രം. എന്തായാലും ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കോഴ്സുകളും കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കാണാം. സോ കമ്മ്യൂണിറ്റിയോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് സർവീസുകൾ ഉപയോഗപ്പെടുത്തി
നിങ്ങളുടെ സ്കില്ലുകളും നോളജും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുക. JR ഇന്നർ സർക്കിളിലേക്ക് സ്വാഗതം. അപ്പോൾ